ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ ദൈവമക്കൾക്ക് എല്ലാവർക്കും സുഖമെന്ന് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ, ഞാൻ നിങ്ങളെ അറിയിക്കാമേ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു 9 മണിക്ക് ഇങ്ങനെ സോഫയിലിരുന്ന് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്തുനിന്ന് ദൈവാത്മാവ് എനിക്കൊരു പാട്ട് തന്നു. ആരോ എന്നോട് പറയുന്നു, പേനയെടുത്ത് അത് എഴുതുക എന്ന്. ഹല്ലേലൂയ. ഈ എഴുതുന്ന പാട്ട്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു 4 വരി പാട്ട് പാടാൻ പോകുന്നത്, ഇതൊരു 4-മത്തെയാണോ 5-മത്തെയാണോ പാട്ടാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ പാടി നിങ്ങളെ കേൾപ്പിക്കാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഈ പാട്ട് ഞാൻ എഴുതിയപ്പോൾ എൻ്റെ അകത്തുനിന്ന് എന്തോ ഒരു സന്തോഷമാണെന്നറിയോ ഉണ്ടായത്. ഭയങ്കര സന്തോഷമാണ്. എന്നെ യേശു എത്രമാത്രം സ്നേഹിക്കുന്നെന്നുള്ളതിൻ്റെ ഓരോ തെളിവാണ് ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ആ പാട്ട് നമുക്ക് കേൾക്കാം. എത്രയോ ബലമുള്ള ദൈവമേ, നിൻ കൃപ എത്രയോ വലുത്. എത്രയോ ബലമുള്ള ദൈവമേ, നിൻ കൃപ എത്രയോ വലുത്. നിന്നാമം എന്നും സ്തുതിക്കാൻ ശക്തി എന്നിൽ എന്നും പകരേണം. നിന്നാമം എന്നും സ്തുതിക്കാൻ ശക്തി എന്നിൽ എന്നും പകരാൻ. ജീവിക്കും ഞാൻ എൻ്റെ ക്രിസ്തുവിനായി, പാടിടും ഞാൻ എൻ്റെ യേശുവിനായി. ജീവിക്കും ഞാൻ എൻ്റെ ക്രിസ്തുവിനായി, പാടിടും ഞാൻ എൻ്റെ യേശുവിനായി. അനുദിനം നടത്തുന്ന ദൈവത്തിനായി, പാടിടും ഞാൻ എൻ്റെ യഹോവയ്ക്കായി. അനുദിനം നടത്തുന്ന ദൈവത്തിനായി, പാടിടും ഞാൻ എൻ്റെ യഹോവയ്ക്കായി. നിന്നാമം എത്രയോ വലുത്, നിൻ ശക്തി എത്രയോ വലുത്. നിന്നാമം എത്രയോ വലുത്, നിൻ ശക്തി എത്രയോ വലുത്. നിൻ കൃപ എത്രയോ വലുത്, നിന്ദയ എത്രയോ വലുത്. നിൻ കൃപ എത്രയോ വലുത്, നിന്ദയ എത്രയോ വലുത്. എത്രയും ബലമുള്ള ദൈവമേ, നിൻ കൃപ എത്രയോ വലുത്. നിന്നാമം എന്നും സ്തുതിക്കാൻ ശക്തി എന്നിൽ എന്നും പകരാൻ. നിന്നാമം എന്നും സ്തുതിക്കാൻ ശക്തി എന്നിൽ എന്നും പകരാൻ. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനം നമുക്ക് കേൾക്കാം. ഇന്ന് ദൈവാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:12. അപ്പോസ്തലനായ പൗലോസ്മിക ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് സംസാരിക്കുന്നത് 1:12 നമുക്ക് കേൾക്കാം. ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ലെന്ന് നിങ്ങളെ അറിയിക്കുന്നു. അത് ഞാൻ മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലത്രേ പ്രാപിച്ചത്. ദൈവത്തിൻ്റെ സുവിശേഷം മനുഷ്യനിൽ നിന്നുളവായതല്ല, അത് ദൈവത്തിൽ നിന്നുളവായതാണ്. ദൈവത്തിൻ്റെ സുവിശേഷം അത് മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചതല്ല, അത് ദൈവ ആത്മാവാൽ പ്രാപിച്ചതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. അപ്പോൾ നമ്മൾ പ്രശംസിക്കണമെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ പ്രശംസിക്കരുത്. പ്രശംസിക്കാൻ നമുക്ക് വകയുണ്ട്. യേശു ക്രിസ്തുവിലായിരിക്കണം നമ്മൾ പ്രശംസിക്കേണ്ടത്. ദൈവത്തിൻ്റെ സുവിശേഷം ദൈവത്തിന് നമ്മളിലൂടെ അറിയിക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. പക്ഷേ ഇത് മാനുഷികമല്ലെന്ന് നിങ്ങളെ അറിയിക്കുന്നു. ഇത് മനുഷ്യനിൽ നിന്ന് ഉളവായതല്ല. കാര്യം, നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ശക്തനായി തീർക്കുന്നത്. ഹല്ലേലൂയ.
ദൈവം ഒരു ബലഹീനയായ ഒരു മകനെയോ ഒരു മകളെയോ കാണുന്നു. അവർ ബലഹീനരായി തീരുന്നു, അവർ തളർന്നു പോകുന്നു, അവർ ക്ഷീണിച്ചു പോകുന്നു, അവർക്ക് മുന്നോട്ട് പോകാൻ ഇനി ഒരു വഴിയുമില്ല. പിശാച് സകല വാതിലുകൾ അങ്ങ് വലിച്ചടച്ചു കളഞ്ഞു. മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല. ഇന്നലെ വരെ ദൈവം കരുതി, ഇന്നും ദൈവം കരുതുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം ഞാൻ ബലഹീനയാണ്. ചില ആൾക്കാരൊക്കെ എന്നോട് പറയാം, മരുന്ന് വാങ്ങാൻ പോലും ഒരു രൂപ നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റാത്ത സമയത്തും ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ തക്ക സമയത്ത് എനിക്ക് വേണ്ടത് എൻ്റെ ദൈവം തന്നിട്ടുണ്ട് എന്ന് പറയുന്ന അനേക ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പ്രശംസിക്കാൻ എനിക്ക് വകയില്ല. കാര്യം ഞാൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ മാത്രമായിരിക്കണം നമ്മുടെ പ്രശംസ. ഇവിടെ പറയുന്നത്, നമ്മൾ ബലഹീനരായി തീരുമ്പോഴാണ് ഞാൻ നിന്നെ ശക്തനാക്കി തീർക്കുന്നത്. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്. നമ്മുടെ മുൻപിൽ നമ്മുടെ സഭയിലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ പട്ടണത്തിലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മളെ ഓരോ ദിവസവും മൂർച്ചയേറിയ വാക്കുകൊണ്ട് നമ്മളെ തളർത്തുമ്പോൾ ആ തളർച്ച കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, വചനം വായിക്കാൻ പറ്റത്തില്ല, ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, തളർന്നു പോകും. അപ്പോൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക, കർത്താവ് നമുക്ക് ശക്തി തരും. ഈ തളർച്ച കാണാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഈ തളർച്ചയിലൂടെ വേണം ദൈവത്തിന് നമ്മളെ വളർത്താനായിട്ട്. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ തളരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളെക്കുറിച്ച് നമ്മുടെ ദൈവത്തിന് വലിയ പദ്ധതിയാണ്. നമ്മൾ വിചാരിക്കും ദൈവത്തിന് നമ്മളോട് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഈ വേദന ഹൃദയത്തിൽ എനിക്ക് വന്നത്, ഈ ക്ഷീണം എനിക്ക് വന്നത്, ഈ രോഗം എനിക്ക് വന്നത്, എന്നെ എല്ലാവരും ഇപ്പോൾ ഒറ്റപ്പെടുത്തിയത് ദൈവത്തിന് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. നോ, അങ്ങനെ ചിന്തിക്കരുത് ദൈവമക്കളെ. അതല്ല സത്യം. നീ എത്രമാത്രം കരഞ്ഞോ ദൈവസന്നിധി, നീ എത്രമാത്രം ദൈവസന്നിധിയിൽ വേദനിച്ചോ, നിന്നെക്കുറിച്ച്, ഇത് വിശ്വസിക്കുന്ന നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നീ നനച്ചതിലും ചിന്തിച്ചതിലും ആഗ്രഹിച്ചതിനപ്പുറമാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി. ഹല്ലേലൂയ. ഈ പദ്ധതി നിന്റെ മേലെ വന്നത്, ഈ വേദന നിന്റെ മേലെ വന്നത് ദൈവത്തിൻ്റെ പദ്ധതി നിന്നിലൂടെ പൂർത്തീകരിക്കാനാണെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ജനങ്ങളെല്ലാം നമ്മളെ തളർത്തുമ്പോൾ ദൈവത്തിന് നമ്മളെ വളർത്താനാണ് ആഗ്രഹം. നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. കാര്യം ബൈബിൾ തന്നെ പറയുന്നത്, നിന്നെ തളർത്താൻ അനേകരുണ്ടാകും, പക്ഷെ വളർത്താൻ നീ നിന്നെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ മാത്രമേ ദൈവത്തിന് നിന്നെ വളർത്താൻ പറ്റത്തുള്ളൂ. വീണ സ്ഥലത്തുനിന്ന് എഴുന്നേൽക്കണം, കരയുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേൽക്കണം, ദൈവത്തോട് കൂടെ ഇരിക്കണം. കാര്യം നീ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാതെ എങ്ങനെ ദൈവത്തിൻ്റെ മകനെ മകളെ നിന്നെ ദൈവത്തിന് വളർത്താൻ പറ്റത്തുള്ളൂ? നീ തളർച്ചയെ നോക്കരുത്, തളർത്തുന്നവൻ്റെ പിറകെ നീ പോകരുത്, തളർത്തുന്നവരുടെ പിറകെ നീ പോകരുത്. അതെല്ലാം പിറകിലോട്ടാണ്. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ നോക്കി ഓടുക. കർത്താവിന് വേണ്ടി ഓട്. നിന്റെ ഓട്ടക്കളത്തിൽ നീ ഓടണം, നീ തളർന്നു പോകരുത്. നീ വീണു പോയി ഓടുമ്പോൾ, നീ സുവിശേഷമായി പോകുമ്പോൾ നീ വീണു പോയി, നിന്നെ ആരൊക്കെയോ ഹൃദയത്തിൽ വേദനിപ്പിച്ച് നിനക്കൊരു കുത്തു തന്നു, നിന്റെ ഹൃദയത്തിലൊരു വേദന തന്നു, നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, നിനക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, നീ തളർന്നു പോയി. നീ എഴുന്നേൽക്ക് ദൈവത്തിൻ്റെ മകളെ, ദൈവത്തിൻ്റെ മകനെ, നീ എഴുന്നേൽറ്റ് കുതിച്ചോട്. പിമ്പിലുള്ളതിനെ, നിനക്ക് വന്ന വേദന, നിനക്ക് വന്ന ക്ഷീണം, നിനക്ക് വന്ന തളർച്ച, നിനക്ക് വന്ന ഒറ്റപ്പെടൽ, ആർക്കും നിന്നോട് സ്നേഹമില്ല, നീ സ്നേഹിച്ചവരെല്ലാം നിന്നെ വെറുത്തു, നിന്നെ ഒറ്റപ്പെടുത്തി, നിന്നെ കുറ്റം വിധിച്ചു, നിന്നെ തളർത്തി. ആ പിമ്പിലുള്ളതിനെ നീ മറക്ക്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപേ നീ ഓട്. ആ സ്നേഹം നിന്നെ വിളിക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ
കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. യേശുവിൻ്റെ വിളി കേട്ട് നീ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തളർത്താൻ അനേകം മക്കൾ, നിന്റെ സുവിശേഷ വചനം നീ പറയുമ്പോൾ തന്നെ നിന്നെ കുറ്റം വിധിക്കുന്നവരുണ്ടാവാം. അയ്യോ, അതൊന്നും നോക്കല്ലേ. വീഴാതെ ആർക്കും വളരാൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. നിന്റെ വീഴ്ചയാണ് നിന്റെ ഉയർച്ച എന്ന് നീ വിശ്വസിക്കണം. നീ വീണാൽ ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ പലവട്ടം ആ കുഞ്ഞ് വീണു പോയിക്കൊണ്ടേയിരിക്കുന്നു. വീണ് ഇനി എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പറയുമോ? ഹല്ലേലൂയ. ആ അമ്മ പറയും, നീ ഒരുപാട് തവണ തലകുത്തി വീണു, ഇനി നീ നടക്കരുത്, ഇനി അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ സോഫയിൽ പിടിച്ചിരുത്തിയാൽ ആ കുഞ്ഞിരിക്കുമോ അവിടെ? ഒരിക്കലും ഇല്ല. വീണ അമ്മയുടെ കണ്ണ് തെറ്റുമ്പോൾ കുഞ്ഞിൻ്റെ അകത്ത് നടക്കണമെന്നുള്ളൊരു പ്രേരണ, നടക്കാൻ തുടങ്ങും. ആ വീണ സ്ഥലത്ത് നിന്ന് ആ കുഞ്ഞ് നടക്കാൻ തുടങ്ങും. പിന്നീട് ആ കുഞ്ഞ് ഓടാൻ തുടങ്ങും. അല്ലേ? ഇതുപോലെ തന്നെയാണ് സുവിശേഷം. നിന്നെ വീഴ്ത്തിയവരുടെ മുൻപിൽ നീ എഴുന്നേറ്റ് നടന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശ് നോക്കി സുവിശേഷമായി നീ ഓടണം. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ വേറൊരു സ്നേഹമില്ല. ഇന്ന് ഭൂമിയിലുള്ളതെല്ലാം കളങ്കമായ സ്നേഹമാണ്. അത് നമ്മൾ ഓരോ വളർച്ചയിലും നമുക്ക് വിശ്വാസം വരും. ഇതൊക്കെ താൽക്കാലികമാണ്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതെല്ലാം നിശ്ചയമാണ്. കാണാത്തതിനെ പിടിക്കാൻ നീ ഓട്, സുവിശേഷമായി ഓടിപ്പോ. നീ വീണു പോകും, നിന്നെ തളർത്തും. സുവിശേഷമായി നിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്നെ തളർത്തും. പക്ഷെ തളർത്തുന്നവരുടെ വാക്ക് കേൾക്കാതെ വളർത്തുന്ന യേശുവിൻ്റെ വാക്ക്, ആ ദൈവവചനം നിന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവന് നിന്നെ വളർത്താനാണ് സുവിശേഷ വചനം നിന്നോട് വായിക്കാൻ പറയുന്നത്. നീ ഓടുക, യേശുവിന് വേണ്ടി ഓടുക. ഹല്ലേലൂയ. നിന്റെ ഓട്ടക്കളത്തിൽ നീ ഓടുമ്പോൾ ക്രിസ്തു നിന്നെ ജയിപ്പിക്കും. ജീവൻ്റെ കിരീടം നിന്റെ തലയിൽ വയ്ക്കും. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ താക്കോൽ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. നീ ആ താക്കോൽ കൊണ്ട് തുറന്നു ഓടുക സുവിശേഷവുമായി. ഭൂമിയുടെ അറ്റത്തോളം നീ ഓടണം സുവിശേഷവുമായി. ഹല്ലേലൂയ. ഒരിക്കലും തോറ്റു പോവത്തില്ല. സത്യവേദ പുസ്തകം എടുത്ത ഒരു കുടുംബവും ഇന്ന് വരെ തോറ്റു പോയിട്ടില്ല. പക്ഷെ നമ്മുടെ ആശ്രയം യേശുവിൽ മാത്രം, സുവിശേഷത്തിലായിരിക്കും. വേറെ ഒന്നിലും നമ്മൾ ആശ്രയം കൊടുക്കരുത്. വേറെ ഒന്നിലും ആഗ്രഹങ്ങൾ കൊടുക്കണം. നിന്റെ ആഗ്രഹം യേശു മാത്രമായിരിക്കണം. യേശു അല്ലാതെ വേറെ ഒന്നിലും ആഗ്രഹം കൊടുക്കരുത് ദൈവമക്കളെ. യേശുവിനറിയാം നിന്നെ എപ്പോൾ വളർത്തണം, നിന്റെ മേലെ പിശാച് വെച്ച കെട്ടുകൾ എപ്പോൾ അഴിക്കണമെന്ന് യേശുവിനറിയാം. യേശു ആ കെട്ടുകളെ അഴിച്ചു മാറ്റും. നീ ഓടുക, യേശുവിന് വേണ്ടി ഓടുക. ഹല്ലേലൂയ. വീണ്ടും പറയാൻ, നമ്മൾ ബലഹീനരായി തീരുമ്പോൾ ദൈവം നമ്മളെ ശക്തനാക്കി തീർക്കുന്നത്. പ്രശംസിക്കണമെങ്കിൽ ഇനി ഒരിക്കലും നമ്മളെ നോക്കി പ്രശംസിക്കരുത്. നമുക്ക് ദൈവം തന്ന വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ദൈവം തന്ന അറിവ്, അല്ലെങ്കിൽ ദൈവം തന്ന പണം, അല്ലെങ്കിൽ ദൈവം തന്ന ഭവനം, ദൈവം തന്ന വാഹനം, ഇതൊക്കെ കണ്ട് പ്രശംസിക്കല്ലേ. ഇതെല്ലാം താൽക്കാലികമാണ്. ഒരു സെക്കൻഡ് മതി ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകാനായിട്ട്. പക്ഷേ നിന്റെ പ്രശംസ, നിനക്ക് തന്ന വാഹനമോ ഭവനമോ വാഹനമോ വീടോ, നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ നിന്റെ ഭാര്യയോ അപ്പനമ്മയല്ല. നീ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഓട്. ഇതെല്ലാം നിന്റെ പിറകെ വരും. ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ കൂടെയാണോ നീ യാത്ര ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം നിന്റെ പിറകെ ദൈവം നിനക്ക് തരും. നിന്റെ ചിന്ത, നിന്റെ ആഗ്രഹം ഒന്നിലും ആവരുത്. യേശുവിൽ മാത്രമായി നീ മുന്നോട്ട് ഓടണം. തളർച്ചയെ നോക്കരുത്. കരയേണ്ട സമയം കഴിഞ്ഞു. നിന്റെ ഓരോ കരച്ചിലും ഓരോ തുള്ളി കണ്ണുനീര് കർത്താവിൻ്റെ തുരുത്തിയിൽ കർത്താവ് ഒഴുക്കി. നമ്മൾ കർത്താവിൻ്റെ തുരുത്തിയിലാണ് ഓരോ കണ്ണുനീരും വീണിട്ടുണ്ടെങ്കിൽ ഓരോ കണ്ണുനീരിനും ദൈവം വിലയിട്ടിട്ടുണ്ട് ദൈവമക്കളെ. അത് നിന്റെ ഉയർച്ചയ്ക്കാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നീ തിരിച്ചറിയണം. കുശവനായ കർത്താവിൻ്റെ കയ്യിൽ കളിമണ്ണായ എന്നെയും നിങ്ങളെയും ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഹീനപാത്രമായ നമ്മളെ ദൈവം നന്നായിട്ട് കുഴച്ച് രൂപാന്തരപ്പെടുത്തി നല്ലൊരു നല്ലൊരു മാനപാത്രമാക്കി തീർക്കാനാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുള്ളത്.
നിങ്ങളെ വിട്ടുകൊടുക്കുക. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടതിന് ശേഷം നിങ്ങളുടെ തളർച്ചയെ നിങ്ങൾ ഓർക്കത്തില്ല, നിങ്ങളായിട്ടൊരു വിശ്വാസം. എന്നാൽ മാത്രമേ ബൈബിൾ പറയുന്നത് പോലെ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നാത്ത കാര്യം ദൈവത്തിന് നിന്നിലൂടെ ചെയ്യാനുണ്ട്. ഇന്ന് നീ കരയും, നാളെ നീ ചിരിക്കും. ഇന്ന് നീ വീഴും, നാളെ നീ ഓടും. ആ ഓടുന്ന സമയത്ത് നീ ഓർക്കും, ഞാൻ അന്ന് കരഞ്ഞ സമയമുണ്ടെങ്കിൽ എത്രമാത്രം ദൈവത്തെ ആഴമേറി മനസ്സിലാക്കാമായിരുന്നു. കുഴപ്പമില്ല, ഇനിയും മുന്നോട്ട് കുതിക്കുക. നിന്റെ വിലാപങ്ങൾ തീർന്നു. നീ നൃത്തമായി ദൈവത്തിന് വേണ്ടി ഓട്. നിന്റെ കണ്ണുനീരിന് ദൈവം നിന്നെ മാനിക്കാനാണ് പോകുന്നത്. നീ വാ, ദൈവസന്നിധിയിൽ വാ. നീ അവിടെ നിന്ന് എഴുന്നേൽക്ക്. നീ ദൈവത്തിൻ്റെ അടുക്കൽ വാ. ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ ഹിതം നിന്നിൽ പൂർത്തീകരിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമുക്കൊന്ന് കേൾക്കാം. 2 കൊരിന്ത്യർ 12:13. ഇവിടെ നിഗളിപ്പ് വരാൻ പാടില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് പ്രശംസിക്കാൻ പാടില്ല. എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. ഇങ്ങനെയുള്ളവരെ ദൈവത്തിന് വേണ്ട. ഒന്നും അറിയാത്ത, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മുക്കുവനായ പത്രോസ് എടുത്ത് ഉപയോഗിച്ചിട്ട് പത്രോസ് വളർന്നിട്ടുണ്ട്. അവൻ്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, അവൻ്റെ പണം കൊണ്ടല്ല, അവൻ്റെ പ്രശംസ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് പത്രോസിനെ ദൈവം വളർത്തിയത്. ഒരു മനുഷ്യനെ പിടിക്കുന്നവനാക്കി. നീ സകലതും വിട്ട് എന്നെ അനുഗമിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി തീർക്കും. ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ മേലെ പൂർത്തീകരിക്കണം. ഹല്ലേലൂയ. ഇവിടെ 2 കൊരിന്ത്യർ 12:7 വായിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ശരീരത്തിൽ ഒരു മുള്ളു തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത് എന്നെ പീഡിപ്പിക്കുക സാത്താൻ്റെ ദൂതനെ തന്നെ. ഒരിക്കലും നമുക്ക് അഹംഭാവം പാടില്ല. അഹന്തയുടെ വാക്ക് നിന്റെ വായിൽ നിന്ന് വീഴുമ്പോൾ നീ നിന്നെ തന്നെ ശോധന ചെയ്യണം. നിഗളിപ്പ് വന്നവരെ ദൈവത്തിന് വേണ്ട. അഹന്ത പറയുന്നവരെ ദൈവത്തിന് വേണ്ട. നമ്മളെ താഴ്ത്തുവാണെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. നിഗളിപ്പ് വരാതിരിക്കുവാൻ സാത്താൻ്റെ ദൂതനെ കൊണ്ട് തന്നെ നിന്റെ ഹൃദയത്തിൽ ഒരു കുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതെടുത്തു മാറ്റാൻ അപ്പോസ്തലനായ പൗലോസ് 1 അല്ല 2 അല്ല 3 തവണ ദൈവത്തോട് അപേക്ഷിച്ചു. ഈ വേദന, ഈ ഹൃദയത്തിൽ കൊണ്ട് വേദന ഒന്ന് മാറ്റി തന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞ് 3 തവണ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പൗലോസിനോട് പറയുന്നത്, നിനക്കെൻ്റെ കൃപ മതി. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലെയുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്. അവരെ പോലെ ജീവിക്കാനല്ല വിളിച്ചത്, ഒരു ദൈവ പൈതലായി ജീവിക്കാനാണ് വിളിച്ചത്. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിലാകുന്നു പൂർണ്ണമാകുന്നത്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയിലാണ് ദൈവം പൂർത്തീകരിക്കുന്നത്. എന്നിട്ട് വചനം പറയുന്നത്, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ട, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ശരീരമാകുന്ന മൺകൂടാരത്തിൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി മൺകൂടാരമായ എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കേണ്ടതിന് ഞാൻ ഇന്ന് എൻ്റെ ബലഹീനതയെ നോക്കി എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ബലഹീനത വരുമ്പോൾ പ്രശംസിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് മിഖായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി, ആ ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ മേലെ വരണം. ഹല്ലേലൂയ. ഇവിടെ അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന ബലഹീനതകൾ, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി പോകുമ്പോൾ ഒരുപാട് ബലഹീനതകൾ സഹിക്കണം. അതിനുള്ള ശക്തി തമ്പുരാൻ നമുക്ക് തരും. സഹിക്കുമ്പോൾ അപമാനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ, പ്രയാസങ്ങൾ എന്നിവയിൽ അതിയായി സന്തോഷിക്കുന്നു. ഈ വന്ന വേദനകൾക്കെല്ലാം നമ്മൾ അതിമഹത്തമായി സന്തോഷിക്കണം. പക്ഷെ ആദ്യം സന്തോഷിക്കാൻ പറ്റത്തില്ല. കരയും, വേദനിക്കും, പട്ടിണി കിടക്കും, നിരാശപ്പെടും. മുൻപോട്ടെല്ലാ വാതിലടഞ്ഞു, ഞാനിനി എന്ത് ചെയ്യും? എടാ, മുൻപോട്ട് നിനക്ക് വാതിലടച്ചത്, നിന്റെ മുമ്പിൽ വാതിലടച്ചത് താക്കോല് നിന്റെ കയ്യിലാണുള്ളത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൻ്റെ താക്കോല് നിന്റെ കയ്യിലാണുള്ളത്. ആ താക്കോല് കൊണ്ട് നീ ഒന്ന് തുറക്കണം. അവിടെയാണ് നിന്റെ അനുഗ്രഹം ഉള്ളത്. കയ്യിൽ അനുഗ്രഹത്തിൻ്റെ താക്കോൽ തന്നിട്ട് നീ ഇവിടെ കരയരുത്. നീ കരയേണ്ട സമയത്ത് അനുഗ്രഹത്തിൻ്റെ താക്കോല് കൊണ്ട് നീ തുറക്കണം, മുന്നോട്ട് ഓടണം. ആ സമയത്താണ് വരുന്നത്,
ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ, പ്രയാസങ്ങൾ, അതിലൊക്കെ വരുമ്പോൾ ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വേദനകളും കണ്ണുനീരും നമ്മളെ ഹൃദയത്തിൽ കുത്തിയ കുത്തും. നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മളെ ഒറ്റപ്പെടുത്തി നമ്മുടെ ഹൃദയത്തിൽ കുത്തി നമ്മൾ തളർന്നു പോയി. മുന്നോട്ട് നമുക്ക് ഒന്ന് പട്ടിണിയാണ്, ഇനി ജീവിക്കാൻ വകയില്ല, നമുക്ക് ഒരു വഴിയുള്ള എല്ലാ വാതിലും അടച്ചു. ഈ സകല വാതിൽ അടയുന്നത് ദൈവം ആത്മീയത്തിന് പുതിയ വാതിൽ തുറക്കാനാണ്. ആ വാതിൽ അടയുമ്പോൾ തന്നെ ചിന്തിക്കണം, ഇല്ല, ഇത് പുതിയൊരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നാത്ത വിധത്തിൽ തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കാനാണ് ഈ വേദനകളെല്ലാം എനിക്ക് വന്നത്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു വേദനയും വരത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അത് തന്നെ ഒരു ഒരു പാട്ടായിട്ട് നമുക്ക് പാടാം. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയതില്ലേ യേശുവേ നീ എനിക്കായി ചെയ്തതും. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയതില്ലേ യേശുവേ. നീ നിന്നെക്കുറിച്ച് നോക്കി, നീ നിന്നെ പ്രശംസിക്കരുത്, നിന്റെ പ്രശംസ നിർത്തണം. ഹല്ലേലൂയ. അതുണ്ട്, ഇതുണ്ട്, ഇന്ന് എല്ലാം ഉണ്ട്. ഒരു സെക്കൻഡ് മതി ദൈവമക്കളെ, എല്ലാം തകർന്നു പോകുവാൻ. എന്നും എന്നേക്ക് നിലനിൽക്കുന്ന സുവിശേഷ വചനത്തിൻ്റെ കൂടെയാണോ നീ പോകുന്നത്? ഹല്ലേലൂയ. നിന്നെ ദൈവം വളർത്തും. നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ, നിന്നെ അപമാനിച്ചവരുടെ മുൻപിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ എൻ്റെ തമ്പുരാൻ അവർ കാണുകയും നിന്നെ ഉയർത്തും. നിങ്ങൾ അതൊന്ന് വിശ്വസിക്കുക. ഈ വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനത്തിൽ നിങ്ങൾ നല്ല ശക്തരായി സടകുടഞ്ഞ് എഴുന്നേറ്റ് സിംഹം പോലെ ആയിത്തീരണം. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിൻ്റെ മകളാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളുടെ അപ്പന് സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എവിടെ വീണുപോയി, എവിടെ ഒറ്റപ്പെട്ടു പോയി, എവിടെ നിരാശപ്പെട്ടു പോയി, പട്ടിണിയാണോ, ദാരിദ്ര്യമാണോ, കടഭാരമാണോ, മുന്നോട്ട് വഴിയില്ലേ, തമ്പുരാൻ പറയാം, നീ എഴുന്നേൽക്ക്. പുതിയ അനുഗ്രഹത്തിൻ്റെ വാതിലിൽ പുതിയ വർഷം നിനക്കായി തുറക്കാൻ പോകുന്നു. പുതിയ അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. ഹല്ലേലൂയ. 2026 നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഹല്ലേലൂയ. 2025 വന്നതെല്ലാം തീർന്നു പോയി. അതെല്ലാം അവിടെ സംസ്കരിക്കപ്പെട്ടു, അതെല്ലാം മരണപ്പെട്ടു പോയി. ഇനി ഉയർപ്പിൻ്റെ ശക്തി നിങ്ങളുടെ മേലെ വരുന്നു. എഴുന്നേൽക്ക്, ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്ക്. എന്തൊക്കെ വന്നാലും, എത്രയൊക്കെ വേദനിച്ചില്ല, അതിനെയൊക്കെ നമുക്കൊന്ന് സെലൂട്ട് അടിച്ച് പറ, പൊയ്ക്കോ. ഇനി വരാൻ പോകുന്ന 2026 കർത്താവ് എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ പീഡനകളും, എല്ലാ നിന്ദകളും, എല്ലാ ഒറ്റപ്പെടുകളും തീരാൻ പോകുന്ന ദിവസമാണ്. നീ അതിനെ ഓർക്കാനല്ല ഇനിയുള്ള ദിവസം ഓടുക. യേശു ക്രിസ്തുവിനായി നീ ഓടുക. ഹല്ലേലൂയ. ഇനി നമുക്ക് ദൈവത്തിൻ്റെ വചനമെല്ലാം നമ്മളെല്ലാവരും കേട്ട് എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും സന്തോഷമെന്ന് വിശ്വസിക്കുന്നു. ഈ ദൈവവചനം സംസാരിക്കുവാൻ ദൈവം തന്ന ഈ കൃപയോർത്ത് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ദിനംതോറും ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നാളെയും ദൈവവചനം കേൾക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ബലഹീനതയിലാണ് ദൈവം എന്നെ ശക്തി തന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, യേശുവേ, നീ കേട്ട വചനം മൂലം ഞങ്ങളൊരു അനുഗ്രഹമായി തീരട്ടപ്പ. പാപികളായ ഞങ്ങളെ ദൈവം തെരഞ്ഞെടുത്ത് പുത്രൻ്റെ രാജ്യത്തിലാക്കിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളെ തന്നെ നോക്കി പ്രശംസിക്കാതെ ദൈവത്തിൽ പ്രശംസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവേ. തളർന്നു പോകാൻ ഇടവരല്ലേ കർത്താവ്. എത്രയോ ജനങ്ങൾ തളർന്നു പോയി, ഒറ്റപ്പെട്ടു പോയി, നിരാശപ്പെട്ടു പോയി, സകല വേദനകളും ഹൃദയത്തിൽ വന്ന് നിലവിളിച്ച് കരയുന്ന ദൈവമക്കളെ, അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ദൈവത്തിന് വളർത്താനാണെന്ന് ഇന്ന് കേട്ട വചനം മൂലം വിശ്വസിക്കുന്ന മക്കളുടെ മേലെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അവർക്ക് രുചിച്ചറിയുവാൻ ഈ കേട്ട വചനത്തിലൂടെ അവിടുന്ന് സാധിക്കുമെന്ന് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു കർത്താവേ.
യേശുപ്പച്ച പുതിയ വർഷം ഓരോ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുതിയ വർഷത്തിൽ, കഴിഞ്ഞു പോയ വർഷം, കഴിയാൻ പോകുന്ന വർഷത്തിൽ എന്തൊക്കെ വേദനകൾ അനുഭവിച്ചോ, എത്ര ഒറ്റപ്പെടൽ അനുഭവിച്ചോ, ഏതൊക്കെ രീതിയിൽ നിന്ദിക്കപ്പെട്ടോ, അപമാനിക്കപ്പെട്ടോ, എവിടുന്നൊക്കെ കരഞ്ഞിറങ്ങേണ്ടി വന്നോ, അവിടെയെല്ലാം തമ്പുരാൻ അവരെ വളർത്തുമെന്ന് വിശ്വസിക്കുന്നു കർത്താവേ. ആരൊക്കെ കുറ്റം വിധിച്ചാലും കുറ്റം വിധിക്കാത്തൊരു ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവജനങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെട്ട് കഴിയുന്ന മക്കളുണ്ട്. അപ്പോൾ കണ്ണുനീർ താഴ്വരയിൽ കിടന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, എല്ലാം തകർന്നു പോയൊരവസ്ഥ, അങ്ങനെയുള്ള കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ ബലം നൽകണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ കടന്നു വരുന്ന ദൈവവിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുപ്പച്ച, അന്ധകാരത്തിലിരിക്കുന്ന ഓരോ മക്കളെയും യേശുവിൻ്റെ സുവിശേഷ വചനം കേട്ട് അവരെല്ലാവരും സത്യ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുപ്പച്ച, വിട്ടുപോയ വിഷയങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു അപ്പ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ എല്ലാം തമ്പുരാൻ അവിടുന്ന് മാനിച്ചതിനായി സ്തോത്രം. എന്നെയും എനിക്കുള്ളത് സകലതും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് എല്ലാം ഭംഗിയായി, ശ്രേഷ്ഠമായി, മാന്യമായി ദൈവം നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങെടുക്കണമേ ദൈവമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നന്ദിയപ്പ. ഹല്ലേലൂയ, സ്തോത്രം.